ഡോക്ടറെ ഇപ്പോഴും വിളിച്ചിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഓഫാ. ഗിരേട്ടനകത്തേക്ക് ചെല്ല്. പിന്നെ മാഡം പലതും ചോദിക്കും, ഉപദേശിക്കും. ഡിവോഴ്സ് വേണമെന്ന് തന്നെ ഗിരേട്ടൻ പറയണം. വാക്ക് മാറ്റില്ലല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചെല്ല്. ഇരിക്കൂ. ഇരിക്കൂ. ഇല്ല. ഇരിക്കൂ പ്ലീസ്. ഗിരി, ഒരു പ്രശ്നവുമില്ല. റിലാക്സ്, സമാധാനമായിട്ടിരിക്കെ. ഗിരി, ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണോ? പാറു എല്ലാം ആലോചിച്ചിട്ടേ ഈ തീരുമാനം എടുത്തത്. ഗിരിക്ക് ആ തീരുമാനം സമ്മതമായിരുന്നു? സമ്മതമായിരുന്നു. എന്തിനാ സമ്മതിച്ചു കൊടുത്തത്? വക്കീലെ, ഈ കല്യാണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന. അതെല്ലാം പാർവതി എന്നോട് പറഞ്ഞു. എന്ത് സാഹചര്യത്തിലായാലും ഗിരി താലി കെട്ടിയ പെണ്ണല്ലേ പാർവതി? ഗിരിയുടെ ഭാര്യയല്ലേ പാർവതി? അല്ല വക്കീലെ, പാറുവിനെ കല്യാണം കഴിക്കാനും ഭാര്യയെക്കാളുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അത് സംഭവിച്ചു പോയത്. എന്ന് കരുതി പാറുവിനെ ഞാൻ എന്റെ ഭാര്യയായിട്ട് കാണുന്നതും ശരിയല്ല. ഞാനത് ചിന്തിക്കുന്ന തന്നെ അതിമോഹമാണ്. ഗിരി, ഇരിക്കുന്നേ. അതിരിക്കട്ടെ, പാർവതി ഗിരിക്ക് ഇഷ്ടമാണോ? പാറുവിനെ ആർക്കാ ഇഷ്ടമല്ലാത്ത? എല്ലാവർക്കും പാറുവിന് ഇഷ്ടമാണ്. എല്ലാവരുടെ ഇഷ്ടമല്ല ഞാൻ ചോദിച്ചേ. ഗിരിക്ക് പാർവതിയെ ഇഷ്ടമാണോ? പാറുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത് കുറവാ പാറുവിനുള്ളത്? തങ്കം പോലത്തെ സ്വഭാവമല്ലേ പാറുവിൻ്റെത്. സ്നേഹിച്ച പാറു നമ്മൾ അങ്ങേറ്റം സ്നേഹിക്കും. ഭയങ്കര ആത്മാർത്ഥത. എന്ത് കാര്യത്തിനും കണ്ടറിഞ്ഞ് കൂടെ നിന്നോളൂ. പെട്ടെന്നൊരാൾക്കും പാറുവിനെ തോപ്പിക്കാനാവില്ല. അത്രയ്ക്ക് ബുദ്ധിയാ പാറുവിന്. പാറു ഒരു പാവാ. ഇത്രയ്ക്ക് സ്വഭാവ ഗുണവും പരസ്പര ഇഷ്ടമുള്ള പാർവതിയാണോ ഗിരി ഉപേക്ഷിക്കാൻ പോകുന്നേ? അത് പിന്നെ മനസ്സിലായി. ചുരുക്കത്തിൽ ഇത്ര നല്ലൊരു പെണ്ണിനെ വിവാഹ ദിവസം എവിടെയെന്നറിയാതെ അപ്രത്യക്ഷനായ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഗിരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഗിരി പാർവതിയെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് ബോധ്യായി. അത്രയ്ക്കിഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ പാർവതിയെ കൈവിടുന്നേ? വക്കീലെ, പാറുവിന് നല്ലത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. പാറുവിന് അവൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടണം.